ഒരു മുൻകൈ പ്രവർത്തനം നടത്താനോ മേൽക്കൈ ആർജിക്കാനോ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യങ്ങളുമായി സൗഹൃദാന്തരീക്ഷത്തിൽ ഉള്ള ഒരു നയതന്ത്ര നിലപാട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഇവിടെയാണ് 1971 രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി നമ്മൾ തുലനം ചെയ്യുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, അത് ചിരപരിചിതമായിട്ടുള്ള വാചകങ്ങളാണ്. പാകിസ്ഥാനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് കടന്നു വരുന്ന 7ാം നാവികപ്പടയും ആ പതാക വഹിച്ചുകൊണ്ടുള്ള നാവികപ്പടയും അതിലെ സൈനികരും ഇവിടെ നിന്ന് തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആർജവത്തോടുകൂടി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. മനോഹരം, ഗംഭീരം. അതും ഇതുമായി തുലനം ചെയ്യുമ്പോൾ സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു, ഏകദേശം അറിയായിരുന്നു. ഇവിടെ ഫോറിൻ പോളിസി എന്താണ്, അതിൽ സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്, അതിനെ സംബന്ധിച്ചൊരു വ്യക്തതയും കൃത്യതയും ഇല്ലാത്തൊരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ആ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അപമാനകരമായ പരാമർശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജ്യത്തെ ഇൻസൾട്ട് ചെയ്യുന്ന നിലയിൽ, അപമാനിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇറാൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചു. അതുപോലെ വിവിധ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തി. എന്തുകൊണ്ട് ശക്തിയോടെ ആർജവത്തോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കൃത്യതയോടുകൂടി പ്രതികരിക്കാനും ഇടപെടാനും നയതന്ത്ര രംഗത്ത് വിജയം കൈവരിക്കാനും നിർഭാഗ്യവശാൽ കഴിയുന്നില്ല എന്നതല്ലേ? ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ? ക്രൈസിസിന്റെ പശ്ചാത്തലത്തിൽ ഒരു ക്ലിയർ കട്ട് പോളിസിയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രാറ്റജിയും രൂപപ്പെടുത്തുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് വേണം വിലയിരുത്താൻ. എന്തൊക്കെയാണോ ഈ പറയണത്? അതിന്റെ ആദ്യഘട്ട മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിനെ ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രീ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ കാണുന്ന രീതിയിലല്ല ലോക മാധ്യമങ്ങൾ കാണുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതങ്ങനെ കുറ്റപ്പെടുത്താൻ അല്ലാതെ കുടുംബത്തിന് ഒരു പ്രയോജനമില്ല. നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ അതിനെ വിമർശിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. പക്ഷെ അതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ പ്രതികരണത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1971 ഇന്ദിരാഗാന്ധിയും ഹെൻറി കിസിഞ്ചറും തമ്മിലുള്ള ഒരു സംഭാഷണം. സത്യത്തിൽ അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ് എന്ന് ശ്രീ പ്രേമചന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രത്തിലും ഒരു ഹിസ്റ്റോറിയന്റെ ഒരു പുസ്തകത്തിലും അങ്ങനത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ വൺ ലൈനർ ഇന്ദിരാഗാന്ധി പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് നിങ്ങൾ 7th ഫ്ലൈറ്റ് വേണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്നോളൂ, പക്ഷെ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ദിരാഗാന്ധിയുടെ ഒരു സംഭാഷണത്തിലും ഉണ്ടായിട്ടില്ല. അതിന് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സും ഇല്ല. അത് കംപ്ലീറ്റ്ലി ഒരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. അതുമായി ബന്ധപ്പെട്ട് പഴയ പുസ്തകങ്ങളാണെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് 1971 ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീനാഥ് രാഘവന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിലടക്കം അതിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് മീറ്റിംഗ്സ് അടക്കം DP ധാറുമായിട്ട് PN ഹക്സറുമായിട്ടൊക്കെയുള്ള പ്രൈവറ്റ് മീറ്റിംഗ്സ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരിടത്തും അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. അതൊക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. അതുപോലെ തന്നെ അമേരിക്കയുടെ സൈഡ് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഗാരി ബേസിന്റെ പുസ്തകങ്ങളുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരിടത്തും അതില്ല. അതുകൊണ്ട് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയണം എന്ന് തോന്നി. തന്നെ അല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഇന്ദിരാഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ടാസ്ക് ഫോഴ്സ് 74 എന്ന പേരിലുള്ള 7th ഫ്ലൈറ്റിന്റെ ഭാഗമായിട്ടുള്ള USS എന്റർപ്രൈസ് എന്നുള്ള കപ്പൽ ബേ ഓഫ് ബംഗാളിൽ ഡിസംബർ മാസം 1971 ഇതേ റിച്ചാർഡ് നിക്സണും ഇതേ ഹെൻറി കിസിഞ്ചറും കൂടി എത്തിച്ചിരുന്നു, ഡിപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ മാസം ഇന്ദിരാഗാന്ധി കിസിഞ്ചർക്ക് അയച്ചിരിക്കുന്ന, അമേരിക്കയ്ക്ക് അയച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ ഈ ഭാഷയോ ഈ ഹോളിവുഡ് വൺ ലൈനറിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണമോ ഇല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്: ഇൻ ദിസ് അവർ ഓഫ് ഡേഞ്ചർ the government and the people of India seek your understanding and urge you to persuade Pakistan to desist forthwith from the policy of wanton aggression. എന്ന് പറഞ്ഞിട്ട് അമേരിക്കയോട് നമ്മൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ടൈപ്പിലുള്ള ഹോളിവുഡ് വൺ ലൈനേഴ്സ് ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായി തെറ്റാണ്. അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. ഒന്ന്. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അൺഇൻഫോംഡ്, കാര്യങ്ങൾ അറിയാതെയുള്ള ഒരു പ്രതികരണമാണ് US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2, ഇനപ്രോപ്രിയേറ്റ്, അനുചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തേത് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞുവെങ്കിലും വിശദീകരിച്ചില്ല, ഇൻ പുവർ ടേസ്റ്റ്, എന്ന് വെച്ചാൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അന്തസ്സിന് ചേർന്ന വളരെ പക്വതയോട് കൂടിയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ ഈ മൈക്കൽ സാവേജിന്റെ പ്രസ്താവനയെ, എൻഡോഴ്സ്മെന്റിനെ, അതിനെ തള്ളി പറയുന്നതിനോടൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഏത് നിലയ്ക്കുള്ളതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെ സിവിൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലാതെ ഡാഷ്മോനെ രേവന്ത എന്നതുപോലെ പ്രതികരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. ആ രീതിയിലത്തേക്കുള്ള പ്രതികരണമാണ് നമ്മൾ ആരെങ്കിലും അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്ന രീതിയിലത്തേക്ക് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ആ രീതിയിലത്തേക്ക് ഡിപ്ലോമസിയിൽ നമുക്ക് പ്രതികരിക്കാനായിട്ട് കഴിയില്ല. മിനിമം കോമൺ സെൻസ് വേണം, മനസ്സിലായോ? അതിനെങ്ങനെ? അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരണം എങ്ങനെയാണ്, ഇന്ത്യയുടെ പ്രതികരണത്തിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കയിലുള്ള മാധ്യമങ്ങളെ നോക്കൂ, അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള മാധ്യമങ്ങളെ നോക്കൂ, അവരെല്ലാവരും തന്നെ ഏത് രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ പ്രതികരണത്തിനെ അവരെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രതിപക്ഷത്തിന് അത് ഇനാഡിക്വേറ്റ് ആണെന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇൻഡിപെൻഡന്റ് ന്യൂസ് പേപ്പർ, ഇന്റർനാഷണൽ മാധ്യമമാണല്ലോ, അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഫേസസ് ഡിപ്ലോമാറ്റിക് ബാക്ക്ലാഷ് ആൻഡ് എ റെയർ കണ്ടംനേഷൻ ഫ്രം ഡൽഹി എന്നാണ്. അതായത് നയതന്ത്രപരമായിട്ടുള്ള ഒരു ബാക്ക്ലാഷ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഒപ്പം റെയർ കണ്ടംനേഷൻ. നമ്മൾ സാധാരണ ആ രീതിയിലത്തേക്ക് ആരെയും അപലപിക്കാറില്ല, പക്ഷെ ആ രീതിയിലത്തേക്ക് വളരെ അപൂർവമായിട്ടുള്ള ഒരു അപലപിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയിൽ തന്നെയുള്ള ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇൻ എ റെയർ പബ്ലിക് റിബ്യൂക്ക്, വീണ്ടും പറയുന്നുണ്ട്, പബ്ലിക്കായിട്ട് നമ്മൾ അങ്ങനെ റിബ്യൂക്ക് ചെയ്യാറില്ല ഒരു രാജ്യത്തിനെയും, പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിനെ. പക്ഷേ റെയർ പബ്ലിക് റിബ്യൂക്ക് ഓഫ് ദ വൈറ്റ് ഹൗസ് എന്ന രീതിയിലത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗാർഡിയൻ, UK-യിലാണല്ലോ, അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വോയിസ്ഡ് ആങ്കർ എന്നാണ്. ഇന്ത്യ അവരുടെ ദേഷ്യം അത് അറിയിച്ചിരിക്കുന്നു, ക്രിട്ടിസൈസ്ഡ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BBC പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇന്ത്യ കണ്ടംഡ് എന്നാണ്, ഇന്ത്യ അപലപിച്ചിരിക്കുന്നു. അൽ ജസീറ അത് പറഞ്ഞിരിക്കുന്നത് ഡിനൻസിയേഷൻ എന്നാണ്, പബ്ലിക് കണ്ടംനേഷൻ എന്നാണ് അൽ ജസീറ പറഞ്ഞത്. റോയിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് റിബ്യൂക്ക് എന്ന വാക്കാണ്, ഇന്ത്യ ശകാരിക്കുന്നു, ഷാർപ്പായിട്ടുള്ള ഡിസപ്രൂവൽ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ മെഷേർഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിനെ ഇന്റർനാഷണൽ മീഡിയ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അത് വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് അവർ പറയുന്നുണ്ട്. ചൈനയുടെ പ്രതികരണം എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴികൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് നരകക്കുഴികൾ എന്നുള്ള ഒരു പ്രസ്താവന വരുന്ന സമയത്ത് ചൈനയുടെ റെസ്പോൺസ് എവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ആരാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ചൈന പോലും വളരെ ടാക്ടിക്കലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ അതിശക്തമായ രീതിയിലേക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണോ? നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡാഷ്മോനെ രേവന്ത ടൈപ്പ് റെസ്പോൺസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വിധേയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അഗ്രസീവായി പ്രൊആക്റ്റീവായിട്ട് ഇറങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഡിപ്ലോമാറ്റിക് മെഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായേക്കാം. നീ ഏതെങ്കിലും ഒന്ന് പറ. പക്ഷേ വളരെ വിധേയപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് തന്ത്രപരമായൊരു നിലപാടെടുത്തേ പറ്റൂ. ആ നിലപാടെന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് റിപ്പൾസീവായൊരു നടപടി എടുക്കാൻ പറ്റില്ല. ഇത് കണ്ട് അതുപോലെ പ്രതികരിക്കാൻ ഇറാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ഇറാൻ യുദ്ധത്തിലാണ് അമേരിക്കയുമായിട്ട്. അത് അന്തർദേശ ബന്ധങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യാൻ ഈ സാഹചര്യത്തിൽ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അന്തർദേശ ബന്ധങ്ങൾ പെട്ടെന്ന് മുറിച്ച് കളയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടൊരു അപ്രോച്ചേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ആരുടെയെങ്കിലും കീഴ്പ്പെട്ടു എന്നുള്ളതല്ല. എന്റെ ചോദ്യം, അമേരിക്കയുടെ താല്പര്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങരുതെന്നാണോ പറയുന്നത്, വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണോ പറയുന്നത്? വാങ്ങണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം, വാങ്ങുന്നത് കുറയ്ക്കണം എന്നതായിരുന്നു ലക്ഷ്യം. റഷ്യയിൽ നിന്ന് വാങ്ങരുതെന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങരുത് എന്നാണ് പറയുന്നത്. ഇന്ത്യ വാങ്ങുന്നുണ്ട്. അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയെന്നോ അവരുടെ ആജ്ഞാനുവർത്തിയായി നമ്മൾ പ്രവർത്തിച്ചു എങ്കിലോ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് ഇന്ത്യ വാങ്ങുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ ശരിയാണ്. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഉണ്ടാക്കരുത്, എനിക്ക് വൈ.